ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ KTO MCA ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന അഡ്വാൻസ്ഡ് ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ കോഡ് ഇസ് 20 MCA 105. ആൻഡ് ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സെറ്റ് ഡേറ്റ സ്ട്രക്ചർ, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്, സെറ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂസിങ് ബിറ്റ് സ്ട്രിങ്. ഇത്രയും ടോപ്പിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. ആൻഡ് അത് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ വേണമെന്നില്ല. ആൻഡ് സെറ്റും അറേയും സിമിലർ ആണ്. ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, അറേയിൽ നമുക്ക് എലമെൻറ്റ്സ് റിപ്പീറ്റ് ആവാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് അറേയിൽ 1, 5, 1, 2, 3 ഇങ്ങനെ കൊടുക്കാം. ഇതിൽ 1 2 ടൈംസ് ആണ് വന്നേക്കുന്നത്. ബട്ട് സെറ്റിൻ്റെ കേസിൽ ഇങ്ങനെ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 1 ഒരു ടൈം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ടൈം 1 വരാൻ പാടില്ല. എലമെൻറ്റ്സ് എല്ലാം യുണീക്ക് ആയിരിക്കണം. അതാണ് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ സെറ്റ് ആൻഡ് അറേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിൻ്റെ നെയിം എടുത്ത് ഒരു സെറ്റിൽ വെക്കാൻ പോവാമെന്ന് വെക്കാം. അപ്പോൾ അതിലുള്ള 2 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ്, നെയിംസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ആ ടീമിലില്ലാത്ത ഒരാളുടെ പേരെടുത്ത് ആ സെറ്റിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന്, യൂണീക്ക് എലമെൻറ്റ്സ്, യൂണീക്ക് നെയിംസ് മാത്രമേ പാടുള്ളൂ. ആൻഡ് ആ ടീമിലുള്ള ആൾക്കാരുടെ പേര് മാത്രമേ വരാൻ പാടുള്ളൂ. ഔട്ട്സൈഡേഴ്സിൻ്റെ പേര് വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ. ഇനി സെറ്റിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് യൂണിയൻ ഓപ്പറേഷൻ, പിന്നെ സെക്കൻഡ് വൺ ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ, തേർഡ് വൺ ഡിഫറൻസ്, ഫോർത്ത് വൺ സബ്സെറ്റ് കണ്ടുപിടിക്കുന്നത്. പിന്നെ നൾ സെറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നൾ സെറ്റ് ഇസ് എം ടി സെറ്റ്. സെറ്റിൽ എലമെൻ്റ് ഒന്നും ഇല്ല എങ്കിൽ നമ്മളതിനെ എം ടി സെറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ സെറ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നത്, ഫ്രം 11th നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. സോ ഇതിൻ്റെ അടുത്ത് ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പോൾ ഓപ്പറേഷൻസ് 1 by 1 നോക്കാം. ഇപ്പോൾ യൂണിയൻ ഓഫ് സെറ്റ് 1, സെറ്റ് 2 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ 2 സെറ്റ് 1ഉം ഒരു സെറ്റാണ്, സെറ്റ് 2ലും ഒരു സെറ്റാണ്. അപ്പോൾ ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്യും. യൂണിയൻ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബട്ട് യൂണിയൻ എടുക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് വരത്തില്ല, യൂണിക് എലമെൻറ്റ്സ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സെറ്റ് 1ലെ S1ലെ എൻ്റെ എലമെൻറ്റ്സ് 1, 2, 3 ആണെന്ന് വയ്ക്കാം. ആൻഡ് സെറ്റ് 2ലെ എൻ്റെ എലമെൻറ്റ്സ് 2, 4, 6 ആണെന്ന് വയ്ക്കാം. ഇപ്പോൾ സെറ്റ് 1 യൂണിയൻ സെറ്റ് 2 ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ടിൽ കിട്ടുന്ന സെറ്റിൽ 1, 2, 3, 4, 6 മാത്രമേ കാണത്തുള്ളൂ. 2 2 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ടൈം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇതാണ് യൂണിയൻ ഓപ്പറേഷൻ. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ. ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതാണോ അതിന് മാത്രമായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ വെൻ ഡയഗ്രാമാണ് ഇത്. ഇപ്പോൾ ഇത് യൂണിയൻ്റെ വെൻ ഡയഗ്രാമാണ്. ഇതിൽ എല്ലാം വരും, A, B എല്ലാം വരും. ഇനി ഇൻ്റർസെക്ഷൻ്റെ വെൻ ഡയഗ്രാമാണ് ഇത് A, ഇത് B. ഈ രണ്ടിനും കോമൺ ആയിട്ടുള്ള പ്ലേസിലുള്ളത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, ഒരു സെറ്റിലുള്ള എലമെൻറ്റ്സ് വേറെ സെറ്റിൽ കാണാൻ പാടില്ല. ഫോമിങ് എ സെറ്റ് വിത്ത് എലമെൻറ്റ്സ് വിച്ച് ആർ ഇൻ ഫസ്റ്റ് സെറ്റ് ആൻഡ് നോട്ട് ഇൻ സെക്കൻഡ് സെറ്റ്. ഫസ്റ്റ് സെറ്റിൽ ഇപ്പോൾ A-B ആണെങ്കിൽ സെറ്റ് എയിൽ ആ ഒരു എലമെൻറ്റ് വേണം, സെറ്റ് ബിയിൽ ആ ഒരു എലമെൻറ്റ് കാണാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഡിഫറൻസിൻ്റെ റിസൾട്ടിൽ എടുക്കാം. ഇനി സബ്സെറ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ A ഇസ് എ സബ്സെറ്റ് ഓഫ് B എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയിനെ ബിയുടെ സബ്സെറ്റ് എന്ന് പറയാം. അതാണ്. പിന്നെ ഈ സെറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണുള്ളത്. 2 ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇമ്മ്യൂട്ടബിൾ സെറ്റും വേറൊന്ന് മ്യൂട്ടബിൾ സെറ്റും. ഇമ്മ്യൂട്ടബിൾ മീനിങ് നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, അത് സ്റ്റാറ്റിക് ആയിരിക്കും. മ്യൂട്ടബിൾ സെറ്റ് ചേഞ്ചബിൾ, നമുക്കതിനെ ചേഞ്ച് ചെയ്യാം ആൻഡ് അത് ഡൈനാമിക് ആയിരിക്കും. ഇനി മ്യൂട്ടബിൾ സെറ്റിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ് ക്രിയേറ്റ്, ആഡ്, ഡിലീറ്റ്, കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ. അതായത് വോയിഡ് സ്റ്റാർ ക്രിയേറ്റ് ഓഫ് n ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ക്രിയേറ്റ് ആയി കിട്ടും. ഇറ്റ് സിംപ്ലി ക്രിയേറ്റ് ദ സെറ്റ് ദറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ n എലമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ദ സ്റ്റോറിംഗ് അഡ്രസ് ഓഫ് ദി സെറ്റ് ഇൻ ദ മെമ്മറി. ഇതിൽ വോയിഡ് സ്റ്റാർ ക്രിയേറ്റ് ഓഫ് ഇൻറ്റ് n എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ n എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ അഡ്രസ്സ് എവിടെയാണുള്ളത് ആ ഒരു അഡ്രസ്സിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ്റെ സ്റ്റാർ സെറ്റ് ഇസ് ഈക്വൽ ടു ക്രിയേറ്റ് ഓഫ് 30. അപ്പോൾ ആദ്യം 30 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ അഡ്രസ്സിനെ സെറ്റിലോട്ട് കൊടുക്കും. ഇതാണ് ഫസ്റ്റ് ഓപ്പറേഷൻ. ഇനിയുള്ളത് ആഡ് ആണ്. ആഡ് സെറ്റ് സ്പേസ് സെറ്റ് നെയിം ടൈപ്പ് സ്പേസ് വാല്യൂ ഇങ്ങനെ കൊടുക്കുമ്പോൾ ദിസ് ഫംഗ്ഷൻ ആഡ് 1 എലമെൻറ്റ് ഇൻ ടു ദ സെറ്റ് സ്പെസിഫൈഡ് ഇൻ ദ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്. ഇത് ഈ ആഡ് ഫംഗ്ഷൻ ഒരു എലമെൻറ്റിനെ ആ ഒരു സെറ്റിലോട്ട് ആഡ് ചെയ്യും. ഇതിൽ നമ്മൾ സെറ്റ് നെയിം കൊടുക്കത്തില്ലേ, ആ സെറ്റിലോട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഏതാണോ അതിനെ എടുത്ത് ആഡ് ചെയ്യും. ഇതാണ് ആഡ് ഫംഗ്ഷൻ. പിന്നെ ഉള്ളത് ഡിലീറ്റ് ആണ്. ഡിലീറ്റിൻ്റെ സിൻടാക്സ് ആണ് ഡിലീറ്റ്
ഓഫ് സെറ്റ് സ്പേസ് സെറ്റ് നെയിം ടൈപ്പ് സ്പേസ് വാല്യൂ. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ സെറ്റ് നെയിമായിട്ട് കൊടുത്ത ആ ഒരു സെറ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള വാല്യൂ ഡിലീറ്റ് ആവും. പിന്നെ ഉള്ളത് കപ്പാസിറ്റി. ഇതിൻ്റെ കപ്പാസിറ്റി ഓഫ് സെറ്റ് നെയിം ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു സെറ്റിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഏതാണ്, മാക്സിമം എത്ര എലമെൻസിന് നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഇനി ഓപ്പറേഷൻസ് ഓൺ ഇമ്മ്യൂട്ടബിൾ സെറ്റ്. ഇതുവരെ നമ്മൾ കണ്ടത് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് ഓൺ മ്യൂട്ടബിൾ സെറ്റാണ്. ഇനി ഇമ്മ്യൂട്ടബിൾ സെറ്റിൽ നമുക്ക് എലമെൻറ്റ് ഓഫ് കണ്ടുപിടിക്കാം. ഇതിൻ്റെ സിൻറ്റാക്സ് ആണ് ഇൻറ്റ് എലമെൻറ്റ് ഓഫ് എക്സ് എസ്. ഇതിൽ എക്സ് എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു എലമെൻറ്റിൻ്റെ വാല്യൂ ആണ്. പിന്നെ എസ് എന്ന് പറയുന്നത് സെറ്റിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു വാല്യൂ നമ്മൾ പറഞ്ഞേക്കുന്ന ആ സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അതിൽ 1 ആണെങ്കിൽ ഈ എലമെൻറ്റ് സെറ്റിലുണ്ട് എന്നാണ് മീനിങ്. 0 ആണെങ്കിൽ ആ ഒരു എലമെൻറ്റ് സെറ്റിൽ ഇല്ല എന്നാണ് മീനിങ്. ഇനി സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഫംഗ്ഷനാണ് ഇൻറ്റ് സൈസ് ഓഫ് എസ്. എസ് എന്ന് പറയുന്നത് സെറ്റിൻ്റെ പേരാണ്. പിന്നെ എം ടി ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റ് എം ടി ഓഫ് സെറ്റ് നെയിം കൊടുക്കുന്നത്. പിന്നെ വോയിഡ് സ്റ്റാർ ബിൽഡ് ഓഫ് x1, x2, xn എക്സെട്ര. അതെന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഈ എലമെൻറ്റ്സ് വെച്ച് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിൽ മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ സെറ്റ്സിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ്. ഇനി വി ആർ മൂവിങ് ഔട്ട് ടു ദ കോൺസെപ്റ്റ് ബിറ്റ് സ്ട്രിങ്. ബിറ്റ് സ്ട്രിങ് എന്ന് പറയുമ്പോൾ അതിൽ 0s and 1 മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് സെറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഒരു സെറ്റുണ്ട്. ആ ഒരു സെറ്റിൽ നമ്മൾ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെറ്റിൽ നമുക്ക് ഏജസ് ആണ് ഇൻപുട്ട് ആയിട്ടുള്ളതെന്ന് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സെറ്റിൽ ഉള്ള വാല്യൂസാണ് 1, 5, 10, 12 പിന്നെ 9. ഇതൊക്കെ എനിക്ക് ഒരു സെറ്റിലുള്ള വാല്യൂസാണ്, ഏജസ് ആണ്. ഇനി ഇതിൽ നിന്ന് ഒരു ബിറ്റ് സ്ട്രിങ് എനിക്ക് ഔട്ട്പുട്ടായിട്ട് വേണം. ആൻഡ് അതിൻ്റെ കണ്ടീഷനാണ് ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ 10 ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു സെറ്റിൽ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ ആ ഒരു പൊസിഷനിലെല്ലാം എനിക്ക് 1 കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലെല്ലാം 0 കൊടുക്കാം. ഇപ്പോൾ 1 ലെസ് ദാൻ 10 അല്ലേ, അപ്പോൾ അതിൽ 1 കൊടുക്കാം. ഇനി 5 ലെസ് ദാൻ 10 അവിടെയും 1 കൊടുക്കാം. 10 ലെസ് ദാൻ 10 ആണോ ഇല്ല, അപ്പോൾ അവിടെ 0 കൊടുക്കാം. 12 ലെസ് ദാൻ 10 ആണോ ഇല്ല, അപ്പോൾ അവിടെയും 0 കൊടുക്കാം. 9 ലെസ് ദാൻ 10 2, അപ്പോൾ 1 കൊടുക്കാം. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ കണ്ടീഷൻ ബേസ്ഡ് ഒരു ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ബിറ്റ് സ്ട്രിങ് ആണ് 11001. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ പൊസിഷനിൽ 1 കൊടുക്കുക. ഫോൾസ് ആണെങ്കിൽ ആ ഒരു പൊസിഷനിൽ 0 കൊടുക്കുക. ഈ ബിറ്റ് സ്ട്രിങ്ങിൽ നമ്മൾ 0s and 1 മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റോറേജ് എഫിഷ്യൻ്റ് ആയിരിക്കും ഓപ്പറേഷൻസ് എല്ലാം തന്നെ. ബിക്കോസ് എല്ലാ നമ്പേഴ്സും യൂസ് ചെയ്യാതെ അതിൽ നമ്മൾ 2 നമ്പേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേഷൻസ് എല്ലാം ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഇനി ഈ ബിറ്റ് വെക്റ്റർ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്, ഇപ്പോൾ നമ്മൾ 0s and 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്തില്ലേ, ആ മാതിരിയുള്ള ആ ഒരു വെക്റ്റേഴ്സിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ദെൻ ഡിഫറൻസ്, ഇതൊക്കെ. അപ്പോൾ 1 by 1 നോക്കാം. യൂണിയൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 സെറ്റ് ഉണ്ടെന്ന് വെക്കാം. നമ്മൾ 2 സെറ്റിനെയും ബിറ്റ് സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, 0s and 1s ഫോമാറ്റിൽ കൺവേർട്ട് ചെയ്തു. ഇനി അതിൽ യൂണിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാമെന്ന് വെക്കാം. യൂണിയൻ ഓപ്പറേഷൻ സിംപ്ലി മീൻസ് ഓർ ഓപ്പറേഷൻ. ഓക്കെ, പിന്നെ ഈ ബിറ്റ് വെക്റ്റർ 2 ബിറ്റ് വെക്റ്ററിൽ നമുക്ക് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും ലെന്ത് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യൂണിയൻ ആണെങ്കിൽ ഓർ ആണ്, പിന്നെ രണ്ടിൻ്റെയും ലെന്ത് ഈക്വൽ ആയിരിക്കണം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് രണ്ടിൻ്റെയും ലെന്ത് ഈക്വൽ ആണോ എന്നാണ്. ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഓക്കെ, ഇതിൽ ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ SI എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഉണ്ട്. അതിലുള്ള എലമെൻറ്റ്സ് ആണ് 1001. ഇനി SJ എന്ന് വേറൊരു വെക്റ്റർ ഉണ്ട്. അതിലുള്ള എലമെൻറ്റ്സ് ആണ് 1101. ഓക്കെ, ഇതിൽ യൂണിയൻ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഓർ ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഓർ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് സെറ്റിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് സെറ്റിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും ഓർ ചെയ്യണം. അപ്പോൾ 1 or 1 ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് 1. അത് കഴിഞ്ഞിട്ട് രണ്ടിനെയും സെക്കൻഡ് എലമെൻറ്റ് ഓർ എടുക്കണം. 0 or 1 എന്താ കിട്ടുന്നത്, അതും 1 ആണ്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ് തേർഡ് എലമെൻറ്റ് ഓർ എടുക്കാം. 0 or 0 0. ഇനി ഫോർത്ത് എലമെൻറ്റ് 1 or 1 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2 സെറ്റിലും ഓരോ ആ സെയിം പൊസിഷനിലുള്ള എലമെൻറ്റ്സിനെ ഓർ ചെയ്യണം.
അപ്പോൾ അതിൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മളുടെ റിസൾട്ടൻ്റ് വെക്റ്റർ. അപ്പോൾ ഇത് ഓർ ചെയ്യുമ്പോൾ നമുക്ക് 1101 ആയിരിക്കും കിട്ടുന്നത്. ഇനിയുള്ളത് ഇൻ്റർസെക്ഷൻ ആണ്. ഇൻ്റർസെക്ഷൻ ഇപ്പോൾ രണ്ട് സെറ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ രണ്ട് സെറ്റിനെ നമ്മൾ ബിറ്റ് അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് എലമെൻസിനെ ആൻഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും ലെന്ത് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. രണ്ട് സെറ്റിലും കറസ്പോണ്ടിങ് എലമെൻസിനെ ആൻഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ടിനെ ഒരു സെറ്റാക്കാം. അതാണ് ഇൻ്റർസെക്ഷൻ്റെ ഇത് സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ LI ലെന്ത് ഓഫ് ഫസ്റ്റ് സെറ്റ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ലെന്ത് ഓഫ് സെക്കൻഡ് സെറ്റ് കണ്ടുപിടിക്കുക. ഇനി ഇത് രണ്ടും ഈക്വൽ അല്ല എങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക, 2 സെറ്റ്സ് ആർ നോട്ട് കോമ്പാറ്റബിൾ ഫോർ ഇൻ്റർസെക്ഷൻ. ഇനി അല്ല എന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ഫോർ I = 1 ടു ദ ലെന്ത് ഓഫ് 1 സെറ്റ്, ആ ഒരു ടൈമിൽ നമ്മൾ ആൻഡ് ഓപ്പറേഷന് പെർഫോം ചെയ്യുന്നു. ഇതാണ് ഇൻ്റർസെക്ഷൻ. ഇനിയുള്ളത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റിലുള്ള എലമെൻറ്റ് വേറൊരു സെറ്റിൽ കാണാൻ പാടില്ല. ഇപ്പോൾ A-B ആണെങ്കിൽ എയിലുള്ള എലമെൻറ്റ് ബിയിൽ കാണാൻ പാടില്ല. അതാണ് ഡിഫറൻസ്. ബട്ട് ഇതിൽ ബിറ്റ് വെക്റ്ററിൽ നമ്മൾ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ആദ്യം ഒരു സെറ്റിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. The difference of SI from SJ is the set of values that appear in SA but not in SJ. This can be obtained using bitwise and on the inverse of SJ. ഇപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് SI ആൻഡ് SJയുടെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം SJയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് മീൻസ് ഇപ്പോൾ 1 ആണെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ 0 കൊടുക്കുക, 0 ആണെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ 1 കൊടുക്കുക. അങ്ങനെ SJയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് SIനെയും SJയുടെ ഇൻവേഴ്സിനെയും ആൻഡ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അതായിരിക്കും ഡിഫറൻസ്. അപ്പോൾ ഇതിലും ഫസ്റ്റ് നമ്മൾ ലെന്ത് കണ്ടുപിടിക്കണം. ലെന്ത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം SJയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് SJയുടെ ഇൻവേഴ്സും SIയും ആൻഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അൽഗോരിതം. ഇനിയുള്ളത് ഈക്വാലിറ്റി ചെക്കാണ്. ഈക്വാലിറ്റി ചെക്ക് മീൻസ് രണ്ട് സെറ്റ് ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അത് ജസ്റ്റ് നമ്മൾ ഈക്വൽ ടു ആ ഒരു ഇത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം ഇതിലും ഫസ്റ്റ് സ്റ്റെപ്പ് ലെന്ത് ഈക്വൽ ആണോ എന്ന് നോക്കണം. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ വി കനോട്ട് ഡു ദ ഓപ്പറേഷൻ. ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഫോർ I = 1 ടു ലെന്ത് ഓഫ് 1 അറേ നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കണം. അത് ഈക്വൽ ടു ആണോ എന്ന് നോക്കാം. അല്ലെങ്കിൽ S(i) നോട്ട് ഈക്വൽ ടു S(j) ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ആ ഒരു ഇതിൽ ഫോൾസ് റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുക. ഇതെല്ലാം ഈക്വൽ ആയിരിക്കണം. ലൂപ്പ് നമ്മൾ ഫോർ I = 0 ടു n വരെ പോകുന്നത് വരെ S(i) = S(j) ആയിരിക്കണം. അങ്ങനെ അല്ല ഏതെങ്കിലും ഒരു വാല്യൂ മാറിയാൽ നമുക്ക് ആ രണ്ട് സെറ്റ്സും ഈക്വൽ അല്ല എന്നാണ് മീനിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെറ്റ്സും പിന്നെ സെറ്റ് യൂസിങ് ബിറ്റ് സ്ട്രിങ്ങും. ഇനി അടുത്ത വീഡിയോയിൽ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ തേർഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാം. താങ്ക്